ഫാദർ നമസ്കാരം ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്ക് സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ആകാശത്തുള്ള ഞങ്ങളുടെ ഭാവം നിന്റെ തിരുനാമം പരിസമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയും മർത്തമറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ കരുണയും മനോഹരവും രണ്ട് ലോകങ്ങളിൽ നീക്കും ചൊരിയപ്പെടുമാറാണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവായ യേശു മിശിഹാ, അങ്ങേ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്നും വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതൻ്റെ തേജസ്സായി കണ്ടു എന്നും പ്രസംഗിക്കുകയുണ്ടായി. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്നും യോഹന്നാൻ അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പിറ്റേന്നാൾ യേശു അവൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സാക്ഷിക്കുകയുണ്ടായി. അത് കേട്ട യോഹന്നാൻ്റെ രണ്ട് ശിഷ്യന്മാർ യേശു തമ്പുരാനെ അനുഗമിക്കുകയും യേശുവരോടെ നിങ്ങൾ എന്തെന്നേഷിക്കുന്നുവെന്ന് ആത്മാവാന്നു ദൈവം തുറക്കുന്ന ഹൃദയത്തെ നിരസിക്കുന്നില്ല. ഇഷ്ടത്താൽ സിഹോനോട് നന്മയണമേ, യെരൂശലേമിനോടുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളും ഹോമലും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാഴ്ചകൾ ബലിയായി കയറും. ദൈവമേ സ്നേഹിക്കുമാകുന്നു. പാർക്കുമോ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കാം. മരണത്തിനെ ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എൻ്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനം കാണുവാൻ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ പ്രകാരം നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ കൈകളെ ഉയർത്തുകയും ചെയ്യും. ആത്മാവ് കൊഴുപ്പും മേസം കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും.
എന്റെ വയസ്സുതയുള്ള ആദരങ്ങൾ കൊണ്ട് നിന്നെ ബോധപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലം ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. നീ എനിക്ക് സഹായക്കാരനായി തീർന്നു, നിന്റെ ചിറകളുടെ നിഴലിൽ ഞാൻ മറക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്ത് എന്നെ താങ്ങുകയും ചെയ്തു. ആത്മാവിനെ നശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാൾനേൽപ്പിക്കപ്പെടുകയും ഗുരുനരികൾക്ക് വശമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കൂ. കൊണ്ട് അണയിടുന്നവനെ പൊടിച്ചുണ്ടാവും എന്നാൽ സത്യം പറയുന്നത് ഭയ അടയ്ക്കപ്പെടും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. പാർക്കുമോ നമ്മടോ നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകണമേ. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകണമേ. പീഡകളനവധിയേറ്റവര സഹദന്മാർ മൗദ്യാനന്മാരെന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേകണമേ. ശ്രേഷ്ഠന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവർ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകണമേ. വെളിച്ചമണയ്ക്കാത്തോരഞ്ജതിമതികൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകണമേ. അത്ഭുതത്തിന് കാരണമായി തീരുമെന്ന് കരുതിയില്ല. കർത്താവായ യേശു മിശിഹ അങ്ങയുടെ വാത്സലനായ അപ്പോസ്തലൻ അന്ത്രയോസ് ശ്ലീഹായുടെ മധ്യസ്ഥയാൽ ഞങ്ങളും അങ്ങയുടെ അടുക്കലേക്ക് അനുഗ്രഹങ്ങൾ സമർപ്പിക്കുമാറാകണമേ. തൻ്റെ ശിഷ്യന്റെ പ്രാർത്ഥനയായ യേശു തമ്പുരാനെ ഞങ്ങളും അനുഗ്രഹ ഗൃഹങ്ങൾക്ക് പാത്രമായി തീരുമാറാകണമേ. പെസഹ പെരുന്നാൾ അനേകം ജനങ്ങൾ വന്നുകൂടി. ലാസറിന്റെ ഉയർപ്പിൽ വിസ്മയഭരിതരായ ജനങ്ങൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ജെറുസലേമിൽ ഈന്തപ്പനയുടെ കരുത്തോല എടുത്തുകൊണ്ട് ജനങ്ങൾ ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആർത്തു വിളിച്ചു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ കൂടെ കുറെ ഗ്രീക്കുകാർ യേശു മിശിഹായെ കാണുവാൻ താല്പര്യത്തോടെ ഗലീലയിലെ ബെത്സയിദ എന്നുള്ള ഫിലിപ്പോസ് ശ്ലീഹ സമീപിച്ചങ്ങേ ഞങ്ങൾ യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിനോട് ഈ വിവരം അറിയിക്കുകയും അവരിവരും കൂടി കർത്താവിന്റെ സന്നദ്ധയിൽ ഗ്രീക്കുകാരുടെ വേഷ സമർപ്പിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ കർത്താവേ അങ്ങ് മനുഷ്യപുത്രൻ തേജസ്കരിപ്പാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് വീണേ നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിലും അതിന് തനിയിരിക്കും, ചത്തുവെങ്കിലും അത് വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൻ്റെ ജീവനെ പായിക്കുന്നവനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇപ്പോൾ എൻ്റെ ഹൃദയം കലങ്ങി. ക്രമേണ അവർ ഏത് ത്യാഗവും എടുക്കുവാൻ മുന്നോട്ട് വരികയുണ്ടായല്ലോ. പരിശുദ്ധനായ അന്ത്രയോസ് ശ്ലീഹായും തൻ്റെ നാഥൻ്റെ കുരിശീകരണ വേളയിൽ ഓടി മറിഞ്ഞിരുന്നു. എന്നാൽ ഉയർത്ത കർത്താവിനെ കാണുകയും വിശ്വാസ സത്യത്തിൽ സുസ്ഥനാകുകയും ചെയ്തുകൊണ്ട് കർത്താവെ ഗ്രീസിലെയും ഏഷ്യ മൈനറിൻ്റെ പടിഞ്ഞാറൻ ഭാഗമായ സിറിയയിലും അവൻ സുവിശേഷം അറിയിക്കുകയും അവിടെ വെച്ച് ഒരു പ്രത്യേക മാതൃകയുള്ള കുരിശിൽ അവൻ കുരിശിക്കപ്പെടുകയാണല്ലോ ഉണ്ടായത്. കർത്താവെ അങ്ങയുടെ കുരിശ് മരണത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അങ്ങയുടെ ശിഷ്യനായ അന്ത്രയോസ് ശ്ലീഹായുടെ അധ്വാനത്തെയും ത്യാഗത്തെയും കുരിശുമരണത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ അങ്ങയുടെ ശിഷ്യന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കെല്ലാവർക്കും യഥാർത്ഥ ആത്മീയ ജീവിതത്തെ അറിവിനെ നൽകണമേ. ത്യാഗം ചെയ്യുവാൻ വേണ്ട സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതത്വം തേടുവാൻ ഞങ്ങൾ വെറും ചപലന്മാരായി തീരാതെ ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളുമാറാകണമേ. ബറക് മോർ ഹോശോ വബുഗുലസ്ബാൻ ലൗൽ ലോഹനക്കാബേൽ ഹുസയദാബേൽ ശുബ്കോനദതഹെ ബത്രായിഖുന്നൽ മേലവോലം വൽമീൻ ആമീൻ.
കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ. നാദാദേവാ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ചിതോപങ്ങളുടെ പിഴകൾ പൊറുക്കണമേ. പാപവിമോചനമേ ഗണമേ. സ്ലീബാമൂലം രക്ഷിച്ച ജീവകുമാരാദയനാളിൽ അടിയാരെ നിർത്തുക വലഭാഗേ. ബാറക്കുമോ ോലം പാദാമൽ പോലും വൽമീനാമി പിതൃസഹിതം നിത്യ എൻ കർത്താസ്തോത്രം കാണാതുയരത്തിൽ നിന്ന ശ്രേഷ്ഠതയെ താഴ്ത്തി ഇഷ്ടാൽ മാനുഷനായി തീർന്നു. ബലഹീനാദ വംശ വ്യാധികളെല്ലാം നീക്കിയ നീ സ്തുത്യൻ ബഹുമാനമനുഗ്രഹീതം. ദേവാജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ. അമ്മേ നിന്നോട് പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. മാനവദൂതൻ കന്മീ നിന്നോടാ ശ്ലോമോചം നേവം നിന്നിൽ വസിക്കും നദിപനു നീ. അവിവാഹിതയാം ജനയിത്രി സർവസൃഷ്ടിയു ദ്യോതകനാ. സൂര്യനു കന്യാ മാതാവാ നീ തന്നെ ഭാഗ്യവതി അമ്മേ. ഉത്തമയോസേഫേ നാസ്തികളെ മോശ ബഹുമാനിച്ചതുപോൽ മഷികായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം. ക്രോധത്തിൻ്റെ കാലത്ത് നീതി നടിനാമേൽ കായ്വാൻ ദൈവത്തോടായവർ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും. മശിഹാ സ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്കേകും. വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പറുദീസായ ഇന്നല്ലോ സഹദീർ ചൊല്ലുന്നു. നിൻ കരുണാവാതിൽ മുട്ടുന്ന നിശം ഞാൻ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കൃപയും ദയയും ഇരക്കുന്നു. നിന്നിൽ ഞാൻ ശരണപ്പെട്ടേ എന്നെ ലജ്ജിപ്പിക്കരുതേ. നീയല്ലോ എൻ സർവാശ്രയവും. വാതിൽ ചെറുത് വഴിയുമിടുങ്ങിയത് സ്വർഗപുരിക്കുള്ള മാർഗമതിൽ യാനം ചെയ്യുവോ. സുഖനായാനം ചെയ്യുക. അൽപാലാസ്യം മൂലമിതാ
നിന്നുമകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ രക്ഷകനായും മശീഹായേ അബ്രാഹാമിൻ വഴിയിലവരെന്നേക്കും വിശ്രമമേൽക്കണമേ ഉറിയോറാഹെ മേലൈ നൂവാദാരേ. ദൈവമായ കർത്താവേ, പരിശുദ്ധനായ മോർ അന്ത്രയോസ്ലിഹായി പോലെ മറ്റുള്ളവരുടെ മുമ്പോട്ട് കൊണ്ടുവരുവാനും അഹന്തയോടും അഹംഭാവത്തോടും കൂടി പ്രവർത്തിപ്പാതിരിപ്പാനുമുള്ള മനസ്സും ഹൃദയയൊരുക്കവും ഒടിയങ്ങൾക്ക് നൽകുമാറാകണമേ. തന്നേക്കാൾ ഇളയവനായ ശമോൻ പത്രോസ് നേതൃസ്ഥാനത്ത് വരുന്നതിൽ അസൂയപ്പെടാതെയും ബാലന്റെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും നിസ്സാരമായ 5 അപ്പവും 2 മീനും വിപുലമായ ഒരു സദ്യയായി തീരുവാനും അന്ത്രയോസ്ലീഹായുടെ ഇടപെടൽ സാധ്യമായി തീർന്നുവല്ലോ. ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മാർഗനിർദ്ദേശം ആയി തീരുവാനായി വിശുദ്ധ അന്ത്രയോസ്ലീഹ ഞങ്ങളുടെ എളിയ ജീവിതത്തിലും അങ്ങ് സ്ലീഹായുടെ മധ്യസ്ഥയാൽ ഇടപെടുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്ത്രയോസ്ലീഹായെ പോലെ ത്യാഗമനസ്സുള്ളവരും ദൈവരാജ്യത്തിൻ്റെ സേവകരുമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമാം ഞങ്ങളുടെ ആവശ്യങ്ങളെ വിശുദ്ധ അന്ത്രയോസ്ലീഹ മധ്യസ്ഥയാൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുമാറാകണമേ. ഞങ്ങളുടെ ദൂരസ്ഥരെ സമാധാനത്തോടെ തിരികെ വരുത്തുമാറാകണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. പീഡിതർക്ക് വിമോചനവും വാങ്ങിപ്പോയ ഞങ്ങളുടെ വിശ്വാസികൾക്ക് പുണ്യം നൽകുമാറാകണമേ. ബാറക് മോർ ഹോസോ വബുഗോരസ്ബാൻ ലവൽമേ. ഋജുഗതികൾക്കിരുളിൽ പ്രഭയുളവാ കർത്താവേ, പ്രഭയുടെ അന്ധകാരം ആയുന്നു വാനം ഭൂവിന്നി സോദരികൾ അനിശം നിന്നെ പ്രണമിക്കും. പന്തൽ വെള്ളത്തിന്മീതെ തട്ടുകൾ വെള്ളത്തെ താങ്ങി മധ്യോയാറിങ്ങലയാൽ മിഴിയടയത്തിൽ നിന്നേ മണിയറ നിർമ്മിച്ചോൻ സ്തുതിൻ ബാർക്കുമോ. നിർമ്മലസു നുവിനയച്ചോനാ ആതാതൻ സ്തുതിൻ ശുദ്ധൻ നിർമ്മലമാ ഉദരത്തിങ്കൽ താ ഇറങ്ങി വസിച്ചു വിശുദ്ധമാ. അവനോട് തുല്യം നാമാകാം നമ്മെ പോലെയവനായി തിരുവിഷ്ടത്താൻ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടാം. ജാഗരണേ മറിയാമെന്നും ഗോടുടയോനോടു പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയേ ദൂതൻ മറിയാമേ സവിതേ വന്നേവം ചൊന്നു. കൃപയുടെ നിധി സമാധാനം ഭൂമാലയമേ സമാധാനം. ദരിദ്രത നീക്കപ്പെട്ടവളേ ധനി നിന്നുദരെ പാർക്കുന്നു. ജാതികളുടെ പശി മാറ്റിയിടാൻ ദൈവസുത ഉത്തമമാതാവാൻ തീർന്ന മറിയാമേ ഭാഗ്യം. ശ്രേഷ്ഠവണി കിറങ്ങി
വസിച്ചുള്ളൂ. അലങ്കൃത പടവ് ദേശമോ അരജാലയമേ നീ ഭാഗ്യം. വാനവശില്പിയെ നീ പേരി മൃതഹാനി ഭവിച്ചില്ല. പുനരഭി നിർമ്മല നീയമ്മേ നിൻ സുതനോവ നിൻ തന്മേ. ശിഷ്യഗണത്തോടായി സത്യപ്രകാശം ഞാൻ തന്നെ പ്രഭതന്നിൽ നടകൊള്ളുന്നോരേ ഇരുളധികാരം ചെയ്യില്ല. കർത്തൃപ്രഭയിൽ നടന്നോരാം ശ്ലീകഗണത്തിനോ ഭാഗ്യം. ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾക്കഭയ. ജീവവഴി പ്രതിബന്ധാവെന്നീ ഇരുവഴികൾ സഹദേ കണ്ടു. നവജീവൻ പ്രാപിച്ചിടാനാ ഇടുങ്ങിയ വഴിയവർ കാംക്ഷിച്ചു. സാത്താനോടവരടരാടി അവനെ ജയിച്ചവർ ചൊല്ലുന്നു. ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി. അർത്ഥികൾ തൻ അഭയസ്ഥാനം. ഭരണസമർദ്ദാനേ വന്നിടുകരമ്യാശയനായി ഈ പാപോൽ സഭയിലടിസ്ഥാനം. സർവവിധം പൗലോസ്തുല്യം നിബിയർക്കുത്തമ സോദരനെ ശ്ലീകഗണത്തിൽ പെട്ടോനെ. ഏലിയാപോൽ വൈരാഗി യോഹാനോനിവ സന്യാസി നിന്നെ വരിച്ചൊരു സപധന്യ. അലിവോടു കൃപ ചെയ്യുക നാഥ. അർത്ഥികളാം പാപികളിൽ നിന്നും കരുണയെ വെടിയാത്തൊരു നാഥ. പരിശവടി ശിക്ഷകളെല്ലാം നീ മനസ്സലിവാകയകറ്റണമേ. ദുഷ്ടസമാസ സമാസങ്ങൾ വത്സരമിവയെ താനാഥ. ശ്രേഷ്ഠ ശ്രീരൂപത്താ മാറ്റിയിടേണം ദുഷ്ടനെ നിൻ കൃപയെ ഞങ്ങൾ സ്തുതിപ്പാനാ. കർത്താവേ ഹല്ലേലൂയായോ നിർത്തരുതേ ഞാൻ നിൻ സ്തുതിയോ. വിധിനീതി മൂലം ചെയ്യരുതേ ഞാൻ കടമുള്ളവനാകുന്നേ. എൻ കടമെല്ലാം ചോദിച്ചാലെന്നവകാശം തീ നരകം. ജീവനിൽ നിന്നെ ഖണ്ഡിതനാ മൗനം പോകിടുമർദ്ദിപ്പാൻ. എൻ കടമെല്ലാം നീക്കൻപാൽ. പിതൃക്കൾക്കും താക്കൾക്കും നൽകാശ്വാസം. നിന്നാരാധകരെ നിൻ പരിശുദ്ധന്മാർ സംഘത്തിൽ ചേർക്കാം. നീ സിംഹാസനമേറിയിട്ടാം ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃതദയ കാണണമേ. നിൻ മാഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം. സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ
വലമ രാജഭാമിനിയോ േവൻ പോലെ തളർത്തിടുമേ ഹാലേ ലോയ ലോയ വളരും അവൻ ലബനോൻ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ജീവതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും വാരിക്കുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹീമാർക്കും കൃപയും കരുണയുമുണ്ടാകാം സ്തോമിൻ കാലോസ്കുരീനായിസോ നാദൻ ശ്ലോമോഗപ്രിയേ മൂലം മേലിൻ നാദന്യ മറിയാമിനു നൽകപ്പെട്ടു തീക്കൊണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാനിൻ കൂടെ തന്നുദയം നിന്നിൽ മാറിക്കുമോ ശ്ലോമോ തന്നിബിയൻ മാർക്കും ശ്ലോമോ തൻ സ്ലീഹൻ മാർക്കും ശ്ലോമോ നാദങ്ങൾ കോരേറും സഹദേന്മാർക്കും ശ്ലോമോ തൻ മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മെൻമൂലം വാദാമൻമൂലം വൽമീനാമേ നാം ദൈവസുതൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യമേട്ടോ രന്നിച്ചേകുമവർ സംസ്വർഗീപുത്രൻ ദൈവം മുറിയോറാഹിൻ മേലിനുവാദാരേ മാതൃവിശോദ്ധരടോർമേ ഞങ്ങളെ ചേർത്തിടേണമേ പ്രാർത്ഥനയാ പുണ്യം ഞങ്ങൾ വിഗതർക്കും സാദൃശ്യമായി മോശ ചമച്ച പെട്ടകമമ്മേ നിന്നുടെ രൂപം കാട്ടിടുകയാ ഭാഗ്യം തായേ ഈശ്വരലിഖിത കൽപ്പനകൾ സത്യമായി നിന്നിലല്ലോ ജീവഹാരം തുഷ്ടിപൂർവം വാങ്ങിപ്പോയ ഭാഗ്യം വീരനാഥം പോവരില്ലീനം പാതാളത്തിൻ കോട്ടകളെല്ലാം പിടിക്കുന്നോനെ ശബ്ദശ്രവണ വിഗതരുയർക്കും എതിരെ പിന്നാൻ ദാവീദിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ നിന്റെ ഇടവകയിന്മേ വർഷിച്ചാലും പറക്മോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ,
കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ബാറക്മോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിൻ ജനനി മറിയാമേ, വാഴ്ത്തപ്പെട്ടവളേ, ഭാഗ്യം. ദൈവത്തിൻ കുഞ്ഞാടായോനേ, നീ വഴിയിൽ താലോലിച്ചു തന്നുജ്വലമാം രശ്മികളാൽ നിന്നിലുപദ്രവമേശാതെ ശക്തൻ താങ്ങി കൃപരതേ സംസ്ഥിതി ചെയ്തിടും ോനേ മാതാവൻ ലോതി മാറിക്കുമോ അത്ഭുതമായി സൽഫലമേകിയോരാ തരുമത്സ്യം തീക്കൽ മാറാ ത്രയരഹസ്യ തിരുസഭവി ശ്വാസ ത്യാഗികളൊടുവാദിക്കുന്നു തരുവിൽ നിന്നജമുണ്ടായി തോയം തീകളിൽ നിന്നു മത്സ്യമതേകിയ സ്ഥിര കന്യാ പ്രസവേവാദീപോ ഇവയേറ്റം വാട്ട നൽകോ ഉരിയോരാഹി പീലൈനുവാദാരേ ചോദ്യമതേ നിന്നോട് പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നീൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകോ ദയനിധിയോടാ ദയതീ
ദയവുണ്ടാകാം. വിസ്മയപൂർവം അറിയാം ചരിതം ഞാനുര ചെയ്യാം ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയപുത്രേ. അവളുടെ നീങ്ങടെ കൃപയാസുതനെ താഴ്ത്തിയിട്ടേവം പരജനനീത്തും നൽകാനായി പ്രീതിപേട്ട ശാന്ത സഹിത അല്ലാതിവിടെ എന്നോട് വാസം ജാതരിലേറ്റം താഴ്ന്നവളിൽ താനിറങ്ങി പാർത്തു. ലോകരിലേവൻ മറിയാമേ പോൽ താഴ്ന്നിട്ടുണ്ട്. അവളോട് തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു. 9 മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധത്തിന്നി ഞങ്ങളിൽ നിന്നു നീക്കുക നാഥ. ബറക്മോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ബറക്മോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾക്കായി കൃപയാചിപ്പീരെല്ലാരും. നിൻ ശരണത്താൽ മൃതരാം മാതൃപിതൃക്കൾ പനിനീർ നീ വീഴ്ത്തേണം. മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിയിടും നവനായി സ്തോത്രം. നിന്നും പുറപ്പെട്ട ഭാര്യയായ സാറേയും സഹോദരന്റെ പുത്രനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെ
തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കാനാൻ ദേശത്തെത്തി. അബ്രാഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻമോര വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് ഹാനാൻ നിർദ്ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാഹാമിനോട് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ നാട് നൽകുമെന്ന് അവിടെ ഒരു ബലിപീഠം പണിത് അവൻ അവിടെ നിന്ന് ബെതേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് ബെതേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാഹാം പിന്നെയും തെക്കോട്ട് യാത്ര തുടർന്നു. പാർക്കുമോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായ് പാർക്കുമോ. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും സർവഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലാതിരുന്നാൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പോ കൈത്താളമോ പോലെയായി പോകും. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെയും സകല ജ്ഞാനത്തെയും ഞാൻ ഗ്രഹിക്കുകയും പർവ്വതങ്ങളെ മാറ്റുവാൻ തക്ക പൂർണ്ണ വിശ്വാസം എന്നിൽ ഉണ്ടാകുകയും ചെയ്താലും സ്നേഹമില്ലാതിരുന്നാൽ ഞാൻ എന്തുമല്ല. എൻ്റെ വകയെല്ലാം ദരിദ്രർക്ക് ഭക്ഷണം കൊടുപ്പാൻ ചിലവാക്കുകയും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയായി ക്ഷമിക്കുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം കലഹിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. അത് നിന്ദ്യമായതിനെ പ്രവർത്തിക്കുന്നില്ല. തൻ കാര്യം അന്വേഷിക്കുന്നില്ല, നീരസപ്പെടുന്നില്ല. മോശമായിട്ടുള്ളതിനെ നിരൂപിക്കുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അത് സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും ആശംസിക്കുകയും സകലതും വഹിക്കുന്നു. സ്നേഹം ഒരിക്കലും വീണു പോകുകയില്ല. പ്രവചനമോ ഇല്ലാതായി പോകും, ഭാഷാപരമോ നിന്നു പോകും, അറിവ് മാഞ്ഞു പോകും. നാം അറിയുന്നത് അംശം മാത്രമായിട്ടാണ്. പൂർണ്ണമായിട്ടുള്ളത് വരുമ്പോൾ അംശം മാത്രമായത് മാഞ്ഞു പോകും. ആഹായ് പാർക്കുമോ. നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്ന ഭർത്താവായ ശിമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെടുവാനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജീവനസ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. പുരുഷാരങ്ങളെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമാകുന്നു. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പീൻ. തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ അവയുടെ മേലും സകല വേദനയെയും രോഗത്തെയും സൗഖ്യമാക്കുവാനും അവർക്ക് താൻ അധികാരം കൊടുത്തു. 12 സ്ത്രീയന്മാരുടെ പേരുകൾ ഇവയാവുന്നു. അവരുടെ ഒന്നാമൻ കീപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശമൂനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും, സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും, ഫിലിപ്പോസും ബർത്തുൽമായും തോമായും ചുങ്കക്കാരൻ മത്തായും, അൽഫായുടെ പുത്രൻ യാക്കോബും, തദ്ദായി എന്ന മർദാവും വിളിക്കപ്പെട്ട ലാബിയും, കനാനായക്കാരൻ ശമൂനും തന്നെ ഒറ്റിക്കൊടുത്ത യഹൂദാസ്കറിയാത്തായും തന്നെ ശൈനോലക്കുൽക്കുൻ. ഹസ്തികളെ മോശ ബഹുമാനിച്ചതുപോലെ വത്സലരാകും വിശുദ്ധരിൽ നാം കൊണ്ടാടേണം. ക്രോധത്തിനുടെ കാലത്ത് നീതി നടിനാം ദൈവത്തോടായവർ പ്രാർത്ഥിക്കും. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയനശ്വരമായ മഹത്വം നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശ്രീപാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ ബലിയർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച തൻ്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനം ചെയ്ത് തൻ്റെ പുനരുദ്ധാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെയും കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവിനെ ദൈവികമായി സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളായുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ ആയാലും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കുലകുന്യവുമോ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്ക വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുളച്ചു നീക്കവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും ശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. തുമനെ ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. താവേ, നിന്റെ മഹാ
മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിവഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്ന ഈ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം കൊള്ളണമേ. ഞങ്ങൾ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിയും അയച്ച് കളയണമേ. കർത്താവേ, കോപവഴികളെ ഞങ്ങളിൽ നിർണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തെ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിൻ്റെ പ്രതീകരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരെ ഓർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപരിഹാരപ്രദമായ രക്തവും അനുഭവിപ്പാൻ അർഹരായി തീർത്തപ്പോണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യം ഇവരിൽ വാഴണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും നിലനിൽക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപടികളിൽ നിന്ന് ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വിജയശ്രീവായാൽ ഇവരെ കാത്തുകൊള്ളണം. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്ത് ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ ഓരോ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സോലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും
തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകപരിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാതി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവി ഏറിയ ഇന്നിപ്പോൾ വന്യപിതാവ് അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. Barkmar Stomengalos. ഈശോ കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശോധിത്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്ത് വന്ന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കും. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവരേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ പരിശുദ്ധ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പായി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്തെ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് വിഷാദം വരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും. താവേ പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് ധൃതസ്തുതികളാൽ സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആദീശ്വാടി ഉച്ചത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസക്കീനാൻ വമറീനാൻ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ വണ്ണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്ക് വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ കൈകളിൽ അപ്പം എടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി പാറേ വിശദീകരിച്ച് മുറിച്ച് പരിശുദ്ധ സ്ത്രീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളിച്ചെയ്തും, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായ ദൽവോലം ഉൽമീൻ പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും സ്തോത്രം ചെയ്തേ വാഴ്ത്തി ബാറേം ഖാദേശ് വിശദീകരിച്ച പരിശുദ്ധ സ്നേഹന്മാരായതിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവേ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു. വൽഹായ ദൽവോലം വൽമീൻ. ഈ രഹസ്യങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവീൻ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭ നിന്റെ രക്ഷാകരമായ പരശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപൂർവ്വം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്തി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കവുമാവുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ.
കർത്താവേ, എന്നോട് ഉത്തരമരുളി ഏതോ എന്നിൽ കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധ റൂഹായി അപ്പത്തെ ആശീർവദിച്ചതിനെ ഞങ്ങളുടെ ദൈവമായി മിശിഹായുടെ ശരീരമായി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായിട്ടും പൂർത്തീകരിക്കുമാറാകണമേ. ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അർഹരായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തി പോരുന്ന നമ്മുടെ പാത്രീസായ മോറാൻ മോറിഗ്നാദ്യോ സബ്രേം രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബോൻമോർ ബസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ബോൻമോർ തിമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രൻ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങളാൽ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കേണ്ട. നിന്റെ ആരാധകരുടെ അപേക്ഷാശബ്ദം നീ കേൾക്കണമേ. നിന്റെ സഭ നിനക്കണക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നമ്മളുള്ള ദൈവത്തിന്റെ പരിശുദ്ധ സഭകളെ എന്തേറകളെയും സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികള ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ ഭരണം നടത്തുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളോളും വിശുദ്ധിയുള്ളോളും മഹത്വമുള്ളോളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യേ ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെ
പ്രസംഗക്കാരായ സ്ലയന്മാരെയും വെങ്കേലസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മോർ യുഹാനോ മാവ്ദോനോയും ശംഭാഷന്മാരെ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സേഫാനോസിനെയും സ്ലയന്മാരെ തലവനായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ് ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരു ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്ലൈക്കും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്നീനോസ് പോലീസിലും എഫേസസിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായും യാക്കോവും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്യോസും ഫീലക്സീനോസും അന്തീമോസും ഈമാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരനുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെ വിവേകമുള്ള വായും തോണും അൽപ്പാനും പുഷ്പങ്ങൾക്ക് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസായ മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോർ യാക്കോബ് പ്രധാനായും മോർ അഫ്രേമും മോർ യാക്കോവും മോർ ഇസാഖും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ സെമോൻ ദസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്രദേൻ പാത്രികീസും മോർ ബെസേലിയോസ് എൽദോമഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുജലി ബാബായും മോർ ഒസ്താത്യോസ്ലി ബാബായും മോർ ശക്രുള്ള മോർ ബെസേലിയോസ് ബാബായും യുവാക്കിൻ മോർ കൂറിലോസും പൗലോസ് മാർ കൂറിലോസും പൗലോസ് മാർ അത്താനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമായ വിധം നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. രൂപയിലെ സജടങ്ങളുടനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി എതിരാവിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപിളി തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടാനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടസ്റ്റ് പറയണം. വിശ്വാസികളായി ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ നീ
കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ല നിഷ്കളങ്കനായ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരനും വിമോചനമായിരിക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ തലമുറയായി സകല തലമുറകൾ വരെയും സ്ഥിതി ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനി പാതിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ പിതാവാൻ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളും വചനങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശദീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെ വെളിപ്പാക്കുകയും ചെയ്യണമേ.
ആകാശത്തിലുള്ള ഞങ്ങളുടെ ഭാവം നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, എപ്പോഴും നീ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരൻ രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് മുൻപ് വീണ്ടും കാരുണ്യനായ കർത്താവിന്റെ മുമ്പായി നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ അദൃശ്യമായ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിൻ്റെ സകല പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഏകപുത്രൻ്റെ ശരീരരക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഭയത്തോടും പറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. വിലയേറിയ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായി സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതലെന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നിവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർ തീരും. സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായോ ഹാലേലൂയ. നിൻവലമായ രാജഭാമിനിയും മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയ. ജനമോർക്കായി അനുഗ്രഹം മാർഗമോ ലബലബുറവലറൂഹോ കാദീശം മിൻവോലം വാദാമൽവോലം വൽമീനാമി. ഭാജനമേ മുന്നിലുദിച്ചോരേകസുതൻ തൃക്കരജങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം. സ്തോമിൻ കാലം സുരിയേലായി സൂര്യമിന്നോർമ്മ വാഴ്വായി തീരണമേ. അവതൻ യാചനകൾ ഓട്ടയതാകട്ടെ. വാർഗുകളയും നിൻ കോപത്തിൻ
വഴികളെയും മായ്ച്ചിടേണം. കവിപ്രിയരെ ഇന്നേ നാം ആരുടെ പോലും നാമേ വാലിഞ്ഞും മോറന്ത്രേ സ്നേഹ ഉണ്ടേമേലും നിന്നോർമ്മ ഉദകണീച്ചോർമ്മ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അനശ്വരമായ നല്ല മഹത്വം നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മോറന്ത്രയോ ശ്രീഹായുടെ ഓർമ്മയെ സ്വർഗാവിന് ഈ സമയത്ത് സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാര്യം സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. പ്രവന്യോമോ സദായ ബാറുക്മോ സൗന്ദര്യ ശ്രേഷ്ഠനായ മോന്ത്രയോ സ്ലേഹം ഹൃദയപൂർവമാം സ്തോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. ഇതിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമാകുന്നു. ജെറമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കുക. നീ സൗഭാഗ്യശാലിയാകുന്നു. തൻ്റെ നാഥന്റെ ശ്രീപണ്ണാരത്തിന്റെ മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോറന്ത്രയോ സ്ലീഹ, നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോകുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നിൻകൃപയൊരു ദാസരെ ജീവസ്വരമതുണർത്തണമേ. കവറിന്നു ജ്ഞാനത്തിനായി സൗവിധാനസ്മരം തൃത്വത്തെ കൊണ്ടാടി വരും ചോരത്തെ കൊണ്ടേടേണം. കരുണ നിറഞ്ഞവനെ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്നെ വരവിനു കാത്തിടും മൃതരീണം നീ മൃതനുയർപ്പം നീ തന്നെ. നിന്റെ ദൈവിക മേശയിൽ നിന്ന് അന്ന് അനുഭവിച്ചിരിക്കുന്നവരായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി കരേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലമുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലമുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ഞങ്ങളിൽ ഏതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവാൽ ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോം വബുകുല സുബാൻ ലവൽമീൻ. നിരീകരണം തന്നരുളി ദുഷ്ടൻ മൃദേവകളിൽ നിന്നും രക്ഷിച്ചാദ്യബലം ചേർത്ത വിശ്വാസൻ സ്ലീബായാലേ വാഴ്ത്തുക ഞങ്ങളെ ദേവേശം. കാത്തരുളുക നിർമ്മാതാവേ, താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി. തിരുവുള്ളം
ഹബീബയും വാത്സല്യ സ്വരം കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാവർഷത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനോടിരിക്കുന്നവരും മരിച്ചവരും കർത്താവിൻ്റെ വിജയശ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദ്വീസായുടെ റുഷ്മായാൽ മുദ്രയിടപ്പെട്ടവരും വിശുദ്ധാതൃത്വം നിങ്ങളുടെ അടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയും നിങ്ങളെ മരിച്ചുപോയുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനും ഭാവിയും ആദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ മൂലം കരുണയും സഹായവും പ്രാപിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷാനന്ദങ്ങളോടെ സമാധാനപൂർവ്വം പോകുകയും എന്ന് ഞങ്ങൾക്ക് വേണ്ടിയും പിതാവേ കൈക്കൊള്ളട്ടെ അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയണച്ചു ശ്രീബലിയേ. നമ്മുടെ കർത്താവായ യേശുമിശിഹാദിൻ്റെ സ്ലീഹന്മാരെ ഭരമേൽപ്പിക്കുകയും സ്ലീഹമ പ്രധാനാചാര്യന്മാർ എൻ്റെ ബലഹീൻ നൽകിയ അധികാരത്താൽ സഹോദര സഹോദരി നിങ്ങൾ ഏറ്റുപറഞ്ഞത് സ്മരിച്ചു പോയത് രാവും പകലും നിങ്ങൾ വന്നു ചേർന്ന സകല പാപങ്ങളും കർത്താവ് യേശുമിശിഹായുടെ അധികാരത്താൽ നിത്യജീവനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പാപമോചനം നൽകുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കഷ്ടാനുഭവം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഉതകുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും അല്പസമയ സ്ഥാനങ്ങളിലിരിക്കാവുന്നു. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നാം ഇന്നേ ദിവസം ഈ സെൻറ്ററിൻ്റെ വാർഷികവും കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്ന ഈ സെൻറ്റർ അനുഗ്രഹകരമായിട്ട് നടത്തപ്പെട്ട് പോകുന്നു എന്നുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിൻ്റെ വാർഷിക അവസരത്തിൽ ദൈവത്തിൻ്റെ തുടർന്നുള്ളതായ കൃപകളും അനുഗ്രഹങ്ങളും ശമൂനും യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ കേഫ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ വിശുദ്ധ അന്ത്രയോസ്ലീഹ ചെയ്തിട്ടുള്ളതായ അനവധി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശനങ്ങൾ സുവിശേഷം അത് അനുഗ്രഹകരമായി നടത്തപ്പെട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം.
അതുപോലെ തന്നെ ആ പരിശുദ്ധനായ ശ്ലീഹായുടെ മധ്യസ്ഥതയും നമുക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരം, അല്ലെങ്കിൽ മഹാവ്യാധിയുടെ നീരാളിപ്പിടുത്തം, അനേകർ രോഗികളാകുന്നു, വീണ്ടും വീണ്ടും രോഗത്തിൽ അകപ്പെടുന്നു. അതുപോലെ തന്നെ ഈ മഹാവ്യാധി വിട്ട് പോകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ നമുക്ക് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കാം. ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ള അവിശ്വാസം നമ്മെ ഭരിക്കുമാറാകട്ടെ. പ്രതിസന്ധികൾ നമ്മെ തളർത്തുവാനിടയാകാതെ നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരും കൂടുതലായി ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്നവരും കൂടുതലായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിത്തീരുവാൻ ഇടയാക്കുമാറാകട്ടെ. ഈ കാലഘട്ടം മറ്റ് പല പ്രതികൂലതകളാലും പ്രത്യേകതയാർന്നതാണ്. കാലാവസ്ഥയുടെ വ്യതിയാനം, അതുപോലെ തകർന്ന സാമ്പത്തിക അവസ്ഥ, ഇങ്ങനെ അനവധിയായ കാര്യങ്ങളുണ്ട്. സ്കൂളുകളും കോളേജുകളും ഒക്കെ ശരിയാവണ്ണം പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യം എന്നുവേണ്ട എണ്ണിയാലൊടുങ്ങാത്ത പ്രതികൂലതകളെക്കുറിച്ച് പരാമർശിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രതിവാസനയ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സെൻറ്ററിലൂടെ യേശു മിശിഹ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില്ലകളിൽ പക്ഷികൾ വന്ന് ഇരിക്കുകയും അതിൻ്റെ തണലിൽ എല്ലാവരും ആശ്വാസം തേടുകയും ചെയ്യുന്നതിനെപ്പറ്റി ഈ പദവി അലങ്കരിക്കുന്ന അഭിമന്യ പിതാവിനെ ഒറ്റ വാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ കടുത്തുരുത്തിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സെൻറ്ററിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹിയായിരുന്നു കൊണ്ട് എല്ലാ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എബിസൺ ഫിലിപ്പ് തൻ്റെ ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോലും ഇവിടെ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വാർഡ് 10 പഞ്ചായത്ത് മെമ്പർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ട് വായിക്കുന്നതിന് റാണി റജിയെ സ്വാഗതം ചെയ്യും. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി പഞ്ചായത്തിൽ മുട്ടുചിറ പ്രാർത്ഥനാ കൂട്ടായ്മയായി പുഴുവേലിൽ ശ്രീ ജോർജിയോസ് ബിൽഡിംഗ് പ്രതിമാസം 6000 രൂപ റെൻറ്റിന് ഹാളും ഓഫീസ് റൂമും, അതെ 100 രൂപ ഇലക്ട്രിസിറ്റി ബില്ലും 10 മാസത്തെ കാലാവധിക്ക് ശേഷം
പുതുക്കിക്കൊള്ളാമെന്നുള്ള വ്യവസ്ഥയിന്മേൽ എടുത്തു. തുടർന്ന് 2020 ജൂൺ 31 യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൻ സുന്നഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ അഭിമന്യ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് പ്രാർത്ഥിച്ച് സെന്റ് ആൻഡ്രൂസിൻ്റെ നാമധേയത്തിൽ താൽക്കാലിക കൂദാശ നിർവഹിച്ച് തദവസരത്തിൽ കൊന്നപ്പള്ളി ഇടവാംഗങ്ങളായ പടിഞ്ഞാറേക്കര ശ്രീ കുര്യാക്കോസ്, നീലിമംഗലം ഇടവാംഗമായ ഡോക്ടർ എബിസൺ ഫിലിപ്പ്, രാമമംഗലം പൂത്തൃക്ക ഇടവാംഗമായ നിരവത്ത് ശ്രീ കുര്യൻ അവറുകളും വടകര ഇടവാംഗമായ ശ്രീ ജോമോൻ സിബി മധുരവേലിയും കുടുംബവും കൂടാതെ സമീപവാസികളായ മധുരവേലി, കല്ലറ, മുട്ടുച്ചിറ എന്നിവിടങ്ങളിലെ നിരവധി വിശ്വാസികളും പങ്കെടുത്തു. എല്ലാ ചൊവ്വാഴ്ചയും സന്ധ്യാനമസ്കാരവും 101 തിരികൾ തെളിയിക്കുകയും തെളിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. മധ്യസ്ഥ പ്രാർത്ഥനയും തിരി തെളിയിക്കലും മാത്രമായി ശുശ്രൂഷകൾ പരിമിതപ്പെടുത്തി. വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ മാസപ്പെരുന്നാളും റീട്രീറ്റ് ആൻഡ് ഗൈഡൻസ് സെൻ്ററിൻ്റെ 1ാമത് വാർഷികവും ജനുവരി 31 ജ്ഞാനായ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്ത അഭിമന്യ കുര്യാക്കോസ് മോർ ഇവാനിയോസ് തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചു. 30/1/2021 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് വചന ശുശ്രൂഷയും 2021 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും 7:45 അഭിമന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും അനുഷ്ഠിച്ചു. കൽവിളക്ക് കൂദാശ നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് പ്രാർത്ഥനയോടുകൂടി വാർഷിക ആഘോഷം നടത്തി. അഭിമന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത വാർഷിക ആഘോഷത്തിന് അധ്യക്ഷത വഹിച്ചു. ശ്രീമതി ബിജി ജോഷി 2020-21 വർഷത്തിലെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് വായനയ്ക്ക് ശേഷം 7 നിർധന കുടുംബങ്ങൾക്ക് പെൻഷൻ വിതരണം നടത്തുകയും ചെയ്തു. അടുത്തുരുത്തി ശ്രീ PV സുനിൽ അവറുകൾ, അടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈനമ്മ ഷാജു അവറുകൾ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഡോക്ടർ എബിസൺ ഫിലിപ്പിൻ്റെ കൃതജ്ഞയോടുകൂടി വാർഷിക ആഘോഷങ്ങൾ അവസാനിപ്പിച്ചു. ആഘോഷ പരിപാടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തപ്പെട്ടു. തുടർന്ന് എല്ലാവരും സ്നേഹവിരുന്നിൽ പങ്കാളികളായി പ്രാർത്ഥനയോടെ യോഗം പര്യവസാനിപ്പിച്ചു. 6000 രൂപ വാടക എന്നത് 1000 രൂപ ആയിരുന്നു. 2021-22 പ്രവർത്തനങ്ങൾ. ലോക്ക്ഡൗൺ 2ാം ഘട്ടത്തിൽ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കടുത്തുരുത്തി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. സെൻ്റർ 10, 14, 15, 17, 18 തുടങ്ങിയ വാർഡുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV സുനിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈനമ്മ ഷാജു എന്നിവർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. എല്ലാ വാർഡുകളിലുമായി 180 ഭവനങ്ങൾക്ക് പലവ്യഞ്ജന സാധനങ്ങളും പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു. ജനകീയ ഹോട്ടലുകളിലേക്ക് 70 കിലോ അരിയും വിവിധ വാർഡുകളിലേക്ക് 5 പൾസ് ഓക്സിമീറ്റർ നൽകുകയും ചെയ്തു. പെൻഷൻ എല്ലാ മാസവും 30-ാം തീയതി 7 നിർധന കുടുംബങ്ങളായും നൽകി വരുന്നു. ഓണം, ക്രിസ്തുമസ്, ഈസ്റ്റർ സമയങ്ങളിൽ 10 കിലോ അരി വീതം നിർധന കുടുംബങ്ങൾക്കും കൂടാതെ ഈ സെൻ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 12 ഭവനങ്ങൾക്ക് നൽകി വരുന്നു. സ്പോൺസർ ഫാൻ കുറ്റ ഇടവകയിൽ ഫാദർ ജെയ്സൺ, ചെയർ മജോഷ് തറമറ്റത്തിൽ, കാർപ്പറ്റ് ജൂണി എൽദോ, ചിത്തോല ജോയി, മരക്കുരിശ് ടിസ, മെഴുകുതിരി സ്റ്റാൻഡ് ജോഷിമോൻ, ത്രോണോസ് വർഗീസ് പുല്യാങ്കുളം, തക്സ സ്റ്റാൻഡ് കുഞ്ഞൂട്ടി, വാഷ് ബേസിൻ സുനിൽ, എവൻഗേലിയോൻ കൊച്ചിറാണി, ഭണ്ഡാരം കൽവിളക്ക് സിബിച്ചൻ ജോയി, മറ സ്നേഹാമോൾ, മർഹാസ കുഞ്ഞൂട്ടി, ഗോൾഡൻ നിലവിളക്ക് TJ ജ്വല്ലറി വിശ്വാസികൾ നേർച്ചയായി സമർപ്പിച്ചു. മാസപ്പെരുന്നാൾ എല്ലാ മാസവും 30-ന് മാസപ്പെരുന്നാൾ നടത്തപ്പെടുന്നു. 29-ന് സന്ധ്യാനമസ്കാരവും വചനപ്രഘോഷണവും 30-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് നിർധന കുടുംബങ്ങൾക്ക് പെൻഷനും നൽകി വരുന്നു. സായാഹ്ന കുർബാന കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ അഭിമന്യ തോമസ് മോർ തിമോത്തിയോസ് തിരുമേനിയുടെ കൽപ്പന പ്രകാരം എല്ലാ ചൊവ്വാഴ്ചയും 5 മണിക്ക് വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു. പ്രധാന പെരുന്നാൾ നൗദെ, ജോൺസൺ, വിലാസ്, രാജു തുടങ്ങിയവർ കപ്പ്യാർ, പ്രത്യേക ശുശ്രൂഷ ആൽബിൻ പൊൻപിള്ളി എന്നിവരെ പ്രത്യേകമായി ഓർക്കുന്നു. സെൻറ്ററിൽ സംഘാടകരായ ശ്രീ കുര്യാക്കോസ് പടിഞ്ഞാറക്കര, ഡോക്ടർ എബിസൺ ഫിലിപ്പ് എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ഉപസംഹാരം നമ്മുടെ സെൻറ്ററിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എല്ലാവരോടുമുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് വലിയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്.
ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോൾ അതിന് അവിടെ വളർച്ചയുണ്ടാകുന്നു, നന്മകൾ പ്രസരിക്കുവാൻ ഇടയാകുന്നു. അതാണ് ഈ സെൻറ്ററിലൂടെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സെൻറ്റർ ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളോടുകൂടി, അതുപോലെ ഇതിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ആത്മീകമായ വരങ്ങൾ, അനുഭവങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ തുടക്കത്തിലെ അവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യസ്തമായി മാറ്റപ്പെട്ട, വളരെ നല്ല രീതിയിൽ ആർക്കും ആകർഷണീയമായ രീതിയിൽ ഈ ഇടം ആയിത്തീർന്നിട്ടുണ്ട്. ഇതിന് അനേകരുടെ സഹകരണം ഉണ്ടായത് മൂലമാണ് പ്രകാരം സാധിച്ചത്. ഇവിടം മാത്രം ആകർഷണീയമാക്കിയതുകൊണ്ട് മാത്രം കാര്യമല്ല, ഈ ചുറ്റുമുള്ള സമൂഹത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായ രീതിയിൽ ഈ സെൻറ്ററിൻ്റെ പ്രവർത്തകർ ആയിത്തീർന്നതിലൂടെ ആണ് ഇതിൻ്റെ ഖ്യാതി വർദ്ധിച്ചിട്ടുള്ളത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുമാറാകട്ടെ. ഈ സമൂഹത്തിൽ വേദനകളെയും പ്രതികൂലതകളെയും അതുപോലെ ബുദ്ധിമുട്ടുന്നവരെയും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് ആശ്വാസം അരുളുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് എന്നും നിലനിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം തീർച്ചയായിട്ടും. എല്ലാവർക്കും ഈ ദിനത്തിലെ നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സ്മരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഈ വർഷത്തെ SSLC +2 കടുത്തുരുത്തി പഞ്ചായത്തിലെ ജാതി മത ഭേദമന്യേ ഫുൾ A+ വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വാർഡ് 13 നിന്ന് 6 വിദ്യാർത്ഥികൾ, അവരുടെ പേര് വിളിക്കുമ്പോൾ അവർ മുന്നോട്ട് കടന്നു വരിക. അവർക്ക് അഭിമന്യ തിരുമനസ് കൊണ്ടുള്ള ക്യാഷ് പ്രൈസുകൾ നൽകുന്നതാണ്. അനുപ്രിയ, നമിത ജോയ്, ആശിഷ് മോൻ, അഖിൽ എബി, ആൽബിൻ കുര്യാക്കോസ്, ഇമ്മാനുവേൽ ജോസഫ് വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. ഇനി വാർഡ് 14 വന്നിരിക്കുന്ന ശ്രീ രംഗനാഥ്, 10th ഫുൾ A+ ഉള്ള രംഗനാഥ്, ജോയൽ ജോഷി, അശ്വതി, ഗൗരി നന്ദ. വാർഡ് 14 +2 ഫുൾ ജോയൽ ജോജോ, ആർദ്ര ഷാജി, ജോസഫ് കുര്യാക്കോസ്. അടുത്ത വാർഡ് 10 അഞ്ജന ഉത്തമൻ, കെവിൻ ടോമി, ജാക്സിൽ മരിയൻ, എബിൻ ജോസഫ്, വിസ്മയ, ആൽബിൻ ജേക്കബ്. അഞ്ജന മുന്നോട്ട് കടന്നു വരാം. ഈ പേര് വിളിച്ച് ആരെങ്കിലും പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. അവരുടെ പേരൻസാണ് വന്നെങ്കിൽ അവർ മുന്നോട്ട് കിടന്നു. ആരാണ്? പേരെന്താണ്? അഞ്ജന. ജാക്സിൽ മരിയ. വിസ്മയ. എബിൻ ജോസഫ്.
ഇനി വാർഡ് 9 ഫുൾ A+ ഉള്ളതായ ജോർജ് ജോസഫ്, ആഷിൻ സാജിൻ, ജിയ ബാബു +2, ഫുൾ A+ ഉള്ള ക്രിസ് മരിയ, അനിറ്റ, ജോർജ് ജോസഫ്. ആഷിഷ് സാജൻ, അനീറ്റ ജോൺ, അതുപോലെ തന്നെ ഇപ്പോൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് എല്ലാ മാസവും നമ്മൾ നൽകി വരുന്നതായ നിർധന കുടുംബങ്ങൾക്കുള്ള പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അവർ മുന്നോട്ട് കടന്നു വരിക. പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ മുന്നോട്ട് കടന്നു വരും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇനി ആരെങ്കിലും പെൻഷൻ വാങ്ങാനുള്ള ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഇനി വിദ്യാർത്ഥികളോ അതുപോലെ തന്നെ പെൻഷൻ വാങ്ങാനോ ഉള്ളവരുണ്ട്, മുന്നോട്ട് കടന്നു വരാമെന്നാണ്. ഇപ്പോൾ ഒരു നിമിഷം കൂടി ദൈവദർശനയിൽ നമുക്ക് ഇരിക്കാം. ഈ സെൻറ്റർ 2 വർഷം പിന്നിട്ട് 3-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കൃപയും അഭിമന്യ തിരുമേനിയുടെ പ്രാർത്ഥനയും, തിരുമേനി പ്രാർത്ഥിച്ച് തിരുമേനി തന്നെയാണ് ഈ സെൻറ്ററിന് അന്ത്രയോസ് ലീഹായുടെ നാമത്തിൽ യാക്കോബായ സഭയ്ക്ക് ആദ്യത്തെ ഒരു സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ അഭിമാനം കൂടിയാണ് ഇന്ന് മുട്ടുചിറ. ഈ പ്രോഗ്രാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെയും ചെറുതും വലുതുമാകുന്ന പ്രാർത്ഥനയും സഹായ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദേശത്ത് വില്ലേജ് മിഷൻ ചെയ്യാൻ തക്ക വിധം വാർഡിലെ പഞ്ചായത്ത് മെമ്പർമാരുടെ വലിയ ഒരു സഹകരണം നമ്മളോട് കൂടെയുണ്ട്. എന്നാൽ ഏകദേശം ഒരു 10 ഭവനങ്ങൾ യാക്കോബായ ആളുകൾ ഈ സമീപത്ത് താമസിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ ഇവിടെ അംഗത്വം മെമ്പർഷിപ്പ് എടുക്കുവാനായി ആഗ്രഹിക്കുന്നതായി അവർ മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. അതൊക്കെയും അഭിമന്യ തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സെൻറ്ററിൻ്റെ വളർച്ചയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം സായാഹ്നത്തിൽ കുർബാന ആരംഭിച്ച് 5:30 മണിക്ക് കുർബാന പര്യവസാനിക്കും. അതിനെ തുടർന്ന് 101 തിരികൾ ദീപനാളങ്ങൾ ഇവിടെ അന്ത്രയോസ് ലീഹായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നേർച്ചയായി ഇവിടെ ആളുകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജാതി മതഭേദം കൂടാതെ നിരവധി ആളുകൾ അവരുടെ ആത്മീയ വളർച്ചയ്ക്കും അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഏറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നതുകൊണ്ടാണ് ഈ ആളുകളൊക്കെയും ഇന്നും ഇന്നലെയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുവാൻ തക്കവിധം ഡോക്ടർ എബിസൺ ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സെക്രട്ടറി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ അധിപനുമായ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമനസ്സുകൊണ്ട്, ഏറ്റവും ബഹുമാനപ്പെട്ട ജയ്മോൻ അച്ഛൻ, ശമാശന്മാരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളെ,
ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാധനത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത് സമൂഹത്തിലാണ്. ആ സമൂഹത്തിലുള്ള ഏറ്റവും ചെറിയവരെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ സെൻറ്റർ ഈ 2 വർഷമായി പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോകുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും തൻ്റെ തിരക്കുകൾക്കിടയിലും ഈ ചെറിയ പ്രസ്ഥാനത്തെ കരുതുകയും ചെയ്യുന്നു എന്നുള്ളതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ തിരക്കുകൾക്കിടയിലും ഈ ചെറിയ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരാനായിട്ട് തിരുമനസ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നമ്മളെ കരുതുന്നുണ്ട്. ഇന്ന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച തിരുമനസ്സിൻ്റെ തൃപ്പാദങ്ങളിൽ ഈ സെൻറ്ററിനുള്ള നന്ദിയും സ്നേഹവും ആദരണീയമായി അർപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ 2 വർഷമായി കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ജയ്മോൻ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉത്സുകതയും കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും എല്ലാം ആണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ സെൻറ്ററിന് ഉണ്ടാകും എന്നുള്ള കാര്യം ഈ സെൻറ്ററിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ശമാശന്മാർ, മറ്റ് ഇടവകളിൽ നിന്ന് ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുന്നവർ, ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും മുന്നോട്ട് കടന്നു പോവാ? ആരെങ്കിലും വന്നിട്ട് പേര് വിളിച്ചില്ല എന്ന് കരുതിക്കൊണ്ടാണ്. ഇവിടെ നേർച്ച അവരുടെ ഏതൊരു കാര്യത്തെ പ്രതിയാണോ അവർ സമർപ്പിച്ചത് അതും കൂടെ എല്ലാവരും സ്വീകരിച്ചതിന് ശേഷമേ കടന്നു പോകാവുള്ളൂ. ഈ ചാപ്പൽ കൂടാതെ തൊട്ടടുത്ത് നമുക്കൊരു റൂം കൂടി ഉണ്ട്. അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഭിവന്യ പിതാവിൻ്റെ കൈമുത്തി ആശീർവാദത്തോടു കൂടി അതിനെ തുടർന്ന് കാപ്പി കുടിച്ച് മടങ്ങിപ്പോകാവുള്ളൂ. വഴിപാടിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ ഇടാവുന്നതാണ്. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നടത്തിപ്പോ നിങ്ങളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.